ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. ഭൂമിയെ കേന്ദ്രമായി സങ്കല്പിച്ചിരിക്കുന്നതിന് കാരണം ഭൂമി സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുകയാണെന്ന അറിവ് പൗരാണിക ഭാരതീയ ആചാര്യന്മാർക്കുണ്ടായിരുന്നു. എന്നാൽ ജ്യോതിഷത്തിൽ പ്രപഞ്ച കേന്ദ്രമായി ഭൂമിയെ സങ്കല്പിച്ചുകൊണ്ടാണ് സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇതിനും യുക്തിസഹമായ അടിസ്ഥാനങ്ങൾ നമുക്ക് കണ്ടെത്താനാകും. ആധുനിക ജ്യോതിശാസ്ത്ര കണ്ടെത്തലുകൾ അനുസരിച്ച് സൂര്യനും അതുപോലെ കോടാനുകോടി നക്ഷത്രങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പ്രപഞ്ചം. ഈ നക്ഷത്രങ്ങൾക്കൊക്കെയും അനേകം ഗ്രഹങ്ങളും ഉണ്ടാവും. അങ്ങനെയുള്ള അനന്തമായ ഈ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലുമാണ്. അപ്പോൾ കോടാനുകോടി നക്ഷത്രങ്ങളിൽ ഒന്നു മാത്രമായ സൂര്യനെ പ്രപഞ്ച കേന്ദ്രമായി സങ്കല്പിക്കുന്നതിൽ യുക്തിയില്ല. വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ച കൽപ്പനയിൽ ഒരു ബിന്ദുവിനെ പ്രപഞ്ച കേന്ദ്രമായി സങ്കല്പിക്കുവാനും കഴിയുകയില്ല. ജ്യോതിഷം പ്രപഞ്ചത്തിന് ഭൂമിയിലും അതിലെ ജീവജാലങ്ങളിലുമുള്ള സ്വാധീനത്തെ വിശകലനം ചെയ്യുന്ന ശാസ്ത്രമാണെന്നിരിക്കെ ഭൂമിയെ കേന്ദ്രമായി സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു പരികൽപ്പന തന്നെയാവും ഏറ്റവും ശാസ്ത്രീയം എന്ന് വരുന്നു. അതുകൊണ്ടാണ് ഭൂമിയെ കേന്ദ്രമാക്കി വർത്തിക്കുന്നത്. കുറെ കൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ ചതുർമാനങ്ങളുള്ള പ്രപഞ്ചത്തിൽ ഒരു സംഭവം നടക്കുന്ന സ്ഥലകാലത്തെയോ അല്ലെങ്കിൽ ജനിക്കുന്ന വ്യക്തിയെയോ കേന്ദ്രമായി സങ്കല്പിക്കുന്നതാണ് കൂടുതൽ യുക്തിസഹം. ഒരു വ്യക്തിയുടെ ജാതകം തയ്യാറാക്കുമ്പോൾ ആ വ്യക്തിയെ പ്രപഞ്ച കേന്ദ്രമായി സങ്കല്പിച്ചാൽ അതുതന്നെ ശാസ്ത്രീയം. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജ്യോതിഷത്തിൽ പ്രപഞ്ച കേന്ദ്രമായി ഭൂമിയെ സങ്കല്പിച്ചിരിക്കുന്നത്. സൂര്യനെ അല്ല, ഭൂമിയെയാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ജ്യോതിഷത്തെ എതിർക്കുന്നവർ പല വാദമുഖങ്ങളും ഉന്നയിക്കാറുണ്ട്. അവയൊക്കെ പരിശോധിച്ചാൽ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ പോലും മനസ്സിലാക്കാതെയാണ് അവർ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് വ്യക്തമാകും. ഗ്രഹങ്ങൾ മനുഷ്യനെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണെന്നാണ് അവർ എപ്പോഴും ഉന്നയിക്കാറുള്ള ചോദ്യം. ഇതിനു മുൻപ് സൂചിപ്പിച്ച ന്യൂട്ടന്റെ വാചകങ്ങൾ തന്നെയാണ് മറുപടിയായുള്ളത്. പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് വ്യക്തികളുടെ ജാതകം തയ്യാറാക്കുക. അതുപയോഗിച്ച് അവരുടെ വ്യക്തിത്വം, ശാരീരികവും മാനസികവുമായ സവിശേഷതകൾ, ജീവിത രീതി, വിവാഹം, തൊഴിൽ എന്നിവയെക്കുറിച്ചൊക്കെ പഠിക്കുക. തീർച്ചയായും ഭൂരിപക്ഷം ജാതക വിശകലനങ്ങളും കൃത്യമായി വരും. ഇത് ഏത് ഭൗതിക ശാസ്ത്രജ്ഞനും നിരീക്ഷിച്ച് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. അതാണ് ഭൂമി കേന്ദ്രമായി സങ്കല്പിച്ചിരിക്കുന്നതിന് കാരണമായി വർത്തിക്കുന്നത്. ജ്യോതിഷപരമായ ഒരു പരികൽപ്പന. ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു.